നമസ്കാരം. പ്രധാന വാർത്തകൾ. കോട്ടയത്ത് ഇടിമിന്നലേറ്റ് സഹോദരങ്ങൾക്ക് പരിക്ക്. ആണ്ടൂർ സ്വദേശികളായ സഹോദരങ്ങൾ ആൻമരിയ, ആൻഡ്രൂസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ആൻമരിയയെയും ആൻഡ്രൂസിനെയും ചേർപ്പങ്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി 7 മണിയോടെ ഇവരുടെ വീട്ടിൽ വെച്ചാണ് ഇടിമിന്നലേറ്റത്. സംസ്ഥാനത്ത് ഇന്നു മുതൽ അടുത്ത 3 ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. 25-ാം തീയതി വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ശക്തമായ തലവേദന. 1-ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. എറണാകുളം കാക്കനാട് തൃക്കാക്കര എം.എ. അബൂബക്കർ മെമ്മോറിയൽ ഗവൺമെന്റ് LP സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. ബുധനാഴ്ച ഉച്ചയോടെ ശക്തമായ തലവേദനയെ തുടർന്ന് വിദ്യാർത്ഥി കാക്കനാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടിയിരുന്നു. നിലവിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. രോഗിയായ ഭാര്യയെ കഴുത്തു ഞെരിച്ചു കൊന്നു. മാസങ്ങൾക്ക് ശേഷം ഭർത്താവ് അറസ്റ്റിൽ. തിരുവനന്തപുരം ആനേറയിലെ വീട്ടമ്മ ഷീലയുടെ മരണം കൊലപാതകമെന്ന് കണ്ടെത്തൽ. സംഭവത്തിൽ ഭർത്താവ് വിധുവിനെ 5 മാസത്തിനു ശേഷം പോലീസ് അറസ്റ്റ് ചെയ്തു. രോഗിയായ ഭാര്യയെ വിധു കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഷീലയെ വീട്ടിനുള്ളിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. കഴുത്തിൽ പാടുകളുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ പോലീസിനെ അറിയിച്ചിരുന്നെങ്കിലും അന്വേഷണം കാര്യക്ഷമമായിരുന്നില്ല. തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ലഹരി മാഫിയ സംഘം യുവാവിനെ വെട്ടിക്കൊന്നു. തൃശൂർ പെരുമ്പിലാവിലാണ് സംഭവം. മരത്തങ്കോട് സ്വദേശി അക്ഷയാണ് മരിച്ചത്. സുഹൃത്തുക്കളായ ലിഷോയ്, ബാദുഷ എന്നിവരാണ് ആക്രമണം നടത്തിയെന്ന് പോലീസ് പറഞ്ഞു. ഇന്ന് രാത്രി 8:30യോടെയാണ് സംഭവം. ആക്രമണത്തിൽ പരിക്കേറ്റ ബാദുഷയെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്ഷയുടെ മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇവർ 3 പേരും നിരവധി കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു. ഇതേസമയം അക്ഷയെ അനുകൂലിക്കുന്ന ലഹരി മാഫിയ സംഘത്തിലെ ആളുകൾ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെത്തി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു. തുടർന്ന് സംഘർഷം കണക്കിലെടുത്ത് പോലീസ് സ്ഥലത്തെത്തി നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. കൊല്ലത്ത് ടിപ്പർ സ്കൂട്ടറുമായി കൂട്ടിയിടിച്ച് ഒരാൾക്ക് ദാരുണാന്ത്യം. കൊല്ലം പരവൂർ പാരിപ്പള്ളിയിലാണ് അപകടം. കൊല്ലം ചിറക്കര സ്വദേശി ഷാജിയാണ് മരിച്ചത്. 57 വയസ്സായിരുന്നു. മുക്കട ജംഗ്ഷനിലാണ് അപകടമുണ്ടായത്. അമിത വേഗതയിൽ പരവൂർ ഭാഗത്തേക്ക് വന്ന ടിപ്പർ ഷാജി സഞ്ചരിച്ച സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടം നടന്ന ഉടനെ ഷാജിയെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല.